വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ എന്താ എടുക്കാൻ പോവാ? ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പോവാ അല്ലേ? അല്ലേ? ആ, അപ്പൊ നമ്മളിന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക. അപ്പൊ ആരൊക്കെയാ എടുക്കുന്ന? ഞാന്, വേറെ ആരൊക്കെയാ? മോളു അല്ല മാളു, അച്ഛൻ, അക്കു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ല കേട്ടോ. പെട്ടെന്നുണ്ടായ ഒരു ഐഡിയ ഒരു വ്ലോഗ് എടുത്താലോ എന്ന്. അവരോട് ചോദിച്ചപ്പോൾ അവർ കട്ട സപ്പോർട്ട്. പിന്നെന്താ, വ്ലോഗ് എടുക്കാം. ഞാൻ വരാൻ വെയിറ്റ് ചെയ്തിരുന്നേ ഇത് രണ്ടുപേരും ഫുഡ് കഴിക്കാനായിട്ട്. അവൻ എന്നെ വിളിച്ചിട്ട് പറയാ ചിക്കൻ കറി ഉണ്ടേ എന്ന്. പക്ഷേ അത് ചിക്കൻ കറി അല്ലായിരുന്നു കേട്ടോ, ബീഫ് കറിയാണ്. സൺഡേ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ബീഫ് കറി മസ്റ്റാണ്. ബീഫില്ലാതെ എന്ത് സൺഡേ എന്നാ ഇവിടെ. അങ്ങനെ കറി നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ല കളറൊക്കെയോടെ ഇരിക്കുന്നു. സത്യാവസ്ഥ എന്തെന്നാൽ ഞാൻ ബീഫ് കറി കൂട്ടാറില്ല. അങ്ങനെ അവൻ ഞങ്ങൾക്ക് 3 പേർക്കുള്ള പാത്രം എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ചോറിട്, എനിക്ക് കുറച്ചിട്ടാൽ മതി കേട്ടോ മാളവേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതാണ് സൺഡേ സ്പെഷ്യൽ, കപ്പ കൂട്ടാനും ബീഫ് കറിയും മോരും ചോറും. ഇതും എടുത്ത് ഞങ്ങൾ 3 പേരും ഹോളിൽ വന്നങ്ങിരുന്നു. ഞങ്ങളുടെ ഫേവറേറ്റ് കാർട്ടൂണും കണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ ഇരുന്ന് ആഹാരം കഴിച്ചു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ ഇരിക്കുന്ന ആൾ അഡ്രിയാനും ഇളയാൾ അക്കു എന്നാണ് കേട്ടോ രണ്ടുപേരുടെയും പേര്. രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ് വീഡിയോ ഒക്കെ എടുക്കാൻ. വ്ലോഗ് എടുക്കുകയെന്ന് കേട്ടാൽ അവർക്ക് എന്തോ ഒരു കൗതുകം പോലെ എൻ്റെ അടുത്ത് വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരാൾ വാഷ് ബേസിനകത്ത് കാല് വിട്ട് നിൽക്കുക. എൻ്റെ കൈ ഇരിക്കുന്ന ആൾ അത്ര ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. പനി ആയതുകൊണ്ട് ആൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. മൂത്ത ആളേക്കാൾ കൂടുതൽ ഈ ഇളയാളാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ സപ്പോർട്ട്. വീഡിയോ എടുക്കുക എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാളു എന്നെയും കൂടെ എടുക്ക്, എന്നെ കാണിക്ക് എന്നൊക്കെ പറഞ്ഞ് പുറകെ വരാ ചെയ്യാറ്. കുറേ നേരം കണ്ണാടിയിൽ കോസ്റ്റ്യൂം കാണിച്ച് വെളിയിലോട്ടിറങ്ങി. ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു വ്യൂവാണ്. മെയിൻ ഡോറ് തുറന്ന് വന്നു കഴിഞ്ഞാൽ കാണുന്നത് ഈ ഒരു വ്യൂവാണ്. എന്താ ഭംഗിയല്ലേ. പിന്നെ ആകാശം കാണുന്ന എനിക്കൊരു വീക്ക്നെസ്സും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇതെടുക്കണമെന്ന് എനിക്ക് തോന്നി കണ്ടപ്പോൾ. ഇത് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നുള്ള വ്യൂ ആണ്. എന്താ ഭംഗിയല്ലേ. ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും മുകളിലത്തെ നിലയിലും താഴെയിൽ നിന്നൊക്കെ ആകാശത്തിൻ്റെ ഫോട്ടോ എടുക്കാറുണ്ട്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു രസമാണ്. അങ്ങനെ ഞാൻ താഴോട്ട് വന്നപ്പോൾ ഉണ്ട് ആളെൻ്റെ ബാഗ് തുറന്ന് അതിനകത്തിരുന്ന കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് നോക്കുക. ആരുടെ കണ്ണാടിയാ മാളുവേ, നല്ല ഭംഗിയുണ്ടല്ലോ, കൊള്ളാവോ, ഫോട്ടോ എടുക്കുമോ എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അടുത്ത കണ്ണാടിയും കൂടെ ആൾ പൊക്കിയങ്ങ് എടുത്തു. എന്നിട്ട് ചോദിക്കുക, ഇതാണോ നല്ലത് അതോ ഇതാണോ നല്ലത്? ഞാൻ പറഞ്ഞു രണ്ടും കൊള്ളാം. എന്നാൽ രണ്ടും വെക്കാന്നുള്ള രീതിയിൽ ആൾ 2 കണ്ണാടിയും കൂടെ വെച്ച്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നമുക്കൊരു ഫോട്ടോ എടുക്കാം, നിൽക്കാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് നിൽക്കുന്നത് നിപ്പാ. അങ്ങനെ ഫോട്ടോ എടുത്ത് കൊടുത്തപ്പോഴത്തേക്കും കാണിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് വീഡിയോ ആടാന്ന്. എന്നിട്ടും അതേ പോസിൽ തന്നെ നിൽക്കുക കേട്ടോ. എന്നിട്ടും കണ്ണാടി നോക്കി തീർന്നു. വെളിയിൽ വന്നിരുന്നു സെയിം കാര്യം തന്നെ ആൾ ചെയ്തുകൊണ്ടിരിക്കുക. ആൾക്ക് വലിയ ഇഷ്ടപ്പെട്ട് 2 കണ്ണാടി. എങ്ങനെയുണ്ട് എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ പറഞ്ഞു കറുപ്പ് കണ്ണാടി വെക്ക്, കുറച്ചും കൂടെ ഭംഗിയുണ്ടെന്ന്. അത് കേട്ട ഉടനെ എടുത്ത് വെച്ചിട്ടങ്ങ് ഇരിക്കുക. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അതുപോലെ കാണിക്കും കേട്ടോ. അതാ ഞാൻ ഓരോന്ന് കാണിക്കുന്നതനുസരിച്ച് ഓക്കെ ഞാനും കാണിക്കാമെന്ന് പറഞ്ഞ് ചെയ്യുക ആൾ. ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. ആൾ എപ്പോഴും ഇങ്ങനെ ഫോട്ടോ വീഡിയോ, അതും സ്നാപ്ചാറ്റിലെ ഫോട്ടോസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഇരിക്കെ വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോൾ ഉണ്ട് 3 ഹെലികോപ്റ്റർ ആകാശത്തൂടെ പോകുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. പഞ്ഞിമിഠായി പോലെ കിടക്കുന്ന ആകാശത്തിൽ ഈച്ച പോലെ 3 പേരിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. കുറേ നേരം അതും കണ്ട് ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അത് പോകുന്നിടം വരെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടേയിരുന്നു. എൻ്റെ ഓരോ വട്ടുകൾ അല്ലാണ്ടെന്നാ. അക്കുനെയും കൂടെ കൊണ്ടുവരാനാ? പനിയല്ലേടാ, വെയിലുണ്ടാ. എന്താ ഒരു സ്നേഹമല്ലേ ചേട്ടൻ അനിയനോട്. ശരിയാ, രണ്ടുപേരും ഭയങ്കര സ്നേഹമാട്ടോ. വന്ന നേരം മുതലേ എൻ്റെ പുറകെ നടക്കുമായിരുന്നു ഇവൻ. വാ നമുക്ക് സൈക്കിൾ ചവിട്ടാൻ പോകാമെന്നും പറഞ്ഞു. അങ്ങനെ ഞാനും പറഞ്ഞു ശരി വരാൻ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ.
ഞാനും കൂടെ വന്നിട്ട് എന്നെ മാത്രം നടത്തി നീ മാത്രം സൈക്കിളിൽ ഇരിക്കണമെന്ന് പറഞ്ഞ് സൈക്കിളിൻ്റെ പിന്നാലെ ഞാൻ കയറിയിരുന്നപ്പോൾ അവന് ചവിട്ടാൻ പറ്റുന്നില്ല. പിന്നീട് സൈക്കിളിൽ വയലിലിറക്കണമെന്നും പറഞ്ഞ് അത് വയലിലിറക്കുന്നതിൻ്റെ ഗുസ്തിയായി കാണുന്നത്. ഈ വെയിലായ വെയിൽ മൊത്തം കൊണ്ടിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി സുഖമായിട്ടൊരു ഉറക്കം ഉറങ്ങി. അങ്ങനെ മാക്സിമം പറ്റുന്നത്രയും ക്ലിപ്പ് വെച്ചാണ് ഈ ഒരു വ്ളോഗ് ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.